പഞ്ചായത്തി രാജ് നിയമത്തിന്റെയോ അധികാര വികേന്ദ്രീകരണത്തിന്റെയോ അന്തസത്തയ്ക്ക് നിരക്കുന്ന തരത്തിലല്ല സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളോട് ഇടപെടുന്നതെന്നും നിരന്തരമായി വാർഷിക പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വികസന പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP കുറ്റപ്പെടുത്തി. തദ്ദേശ പൊതു സർവീസിലെ ജീവനക്കാരെ ദോഷകരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത സർക്കാർ നിലപാടുകൾക്കെതിരെയും തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെയും കേരള ലോക്കൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള തദ്ദേശ ജീവന സംരക്ഷണ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോട്ടേക്ക് സ്റ്റേഷൻ കൊണ്ടുവിട്ടത് അന്ന് ബെന്നിയുമായി നൈറ്റുമായി കൂടുതൽ അടുക്കാൻ എനിക്ക് അവസരമുണ്ടായി. അദ്ദേഹം ഈ സംഘടനയുടെ പ്രസിഡന്റാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷണിച്ച ഈ യോഗത്തിന് വരാമെന്ന് ഞാൻ സമ്മതിച്ചതാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് ഒരു വലിയ ചടങ്ങ് നടക്കുകയാണ്. കഴിഞ്ഞ 4 വർഷക്കാലം കോൺഗ്രസ് പ്രസ്ഥാനത്തെ സുദീർഘമായി നയിച്ച ശ്രീ കെ സുധാകരൻ മാറി ശ്രീ സണ്ണി ജോസഫ് അധികാരം ഏറ്റെടുക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് നൈറ്റോ ബേബി അരീക്കൽ അധ്യക്ഷത വഹിച്ചു. ജീവനക്കാരുടെ ശമ്പളം, സ്ഥലം മാറ്റം, ഉദ്യോഗ കയറ്റം, പ്രോബ്ലം ഫണ്ട്, അവധി തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ ജീവനക്കാർക്കെതിരാണെന്നും കഴിഞ്ഞ 19 മാസക്കാലമായി ശമ്പളം ലഭിക്കാത്ത ജീവനക്കാർ പോലും ഇന്ന് വകുപ്പിലുണ്ടെന്നും സ്പാർക്ക അധിഷ്ഠിത ഓഫീസിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട മുനിസിപ്പൽ ജീവനക്കാർക്ക് താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകുന്ന ഹെഡിൽ നിന്നും ശമ്പളം മാറി നിൽക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ ജീവനക്കാരുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ പരാജയപ്പെട്ട തദ്ദേശ പൊതു സർവീസ് പിൻവലിക്കുകയോ അല്ലായെങ്കിൽ അപാകത പരിഹരിച്ച് ജനങ്ങൾക്കും ജീവനക്കാർക്കും ഉപകാരപ്രദമായി നടപ്പിലാക്കുകയോ ചെയ്യണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. KPCC സെക്രട്ടറി M. അസിനാർ, ജോസഫ് മുത്തോലി, പ്രവീൺ തോയമ്മൽ, സതീശൻ പരക്കാട്ടിൽ, P. ജയരാജൻ, VM. രാജേഷ്, N. അജയ്കുമാർ, ബിനു വർഗീസ്, A. കരുണാകരൻ, ജയകൃഷ്ണൻ ചുങ്കത്ത, G. ജ്യോതികുമാർ, HL. അജീഷ് ഖാൻ, സുനിത KB, സിന്ധു SN എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺ K. സ്റ്റീഫൻ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് V. ദീപാമോൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.